ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിൽ തിരുവനന്തപുരത്ത് ISRO കീഴിലുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഴിവുടെ എണ്ണം കുറവാണ്, എന്നാലും നിങ്ങൾക്ക് 31,000 മുതൽ ഏകദേശം സ്റ്റാർട്ടിങ് ശമ്പളം 31,000 പ്ലസ് ലഭിക്കും. അതുപോലെ തന്നെ ചില സ്ത്രീകളിലേക്ക് റിസർച്ച് സയൻറ്റിസ്റ്റ് വിഭാഗത്തിലേക്കാണെങ്കിൽ 56,100 മുതലായിരിക്കും സ്റ്റാർട്ടിങ് ശമ്പളം, പ്ലസ് മറ്റുള്ള അലവൻസ് ഒക്കെ കൂടി നല്ലൊരു ശമ്പളം തന്നെയായിരിക്കും ഈ ഒരു ജോലികൾക്ക് ലഭിക്കുക. അപ്പോൾ താല്പര്യമുള്ള യുവാക്കളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ISRO കീഴിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിന് കീഴിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. ഓൺലൈനായിട്ട് 24/2024 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കോ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് പോസ്റ്റ് പറയുകയാണെങ്കിൽ റിസർച്ച് സയൻറ്റിസ്റ്റ് വിഭാഗത്തിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കോൺട്രാക്റ്റ് ബേസാണ് നിയമനം ഉണ്ടായിരിക്കുക. 2 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ള വേക്കൻസി. അതിലേക്ക് 56,100 മുതലായിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുക, പ്ലസ് അതിനോട് കൂടിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ MSc ഡിഗ്രിയാണ് വേണ്ടത്. അതിൽ മെറ്ററോളജി അതുപോലെ അറ്റ്മോസ്ഫിയർ സയൻസ് വിത്ത് ആൻ അഗ്രിഗേറ്റ് മിനിമം ഓഫ് 65% മാർക്കാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ അതിലേക്ക് എന്തായിരിക്കും നിങ്ങൾക്ക് ജോബ് വർക്ക് ഉണ്ടായിരിക്കുക എന്നൊക്കെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ പ്രൊജക്റ്റ് അസോസിയേറ്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി 31,000 രൂപയായിരിക്കും, പ്ലസ് HRAയും കൂടി ലഭിക്കുന്നതാണ് അതിലേക്ക് ശമ്പളം. അതിലേക്ക് MSc ഡിഗ്രി ഇൻ ഫിസിക്സ് ഓർ അറ്റ്മോസ്ഫിയർ സയൻസ് ഓർ മെറ്ററോളജി വിത്ത് ആൻ അഗ്രിഗേറ്റ് മിനിമം ഓഫ് 65% മാർക്കാണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന 6/5/2024 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. അതോടുകൂടി തന്നെ ഇതിലേക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 28 വയസ്സ് മുതൽ ആണ് ജനറൽ വിഭാഗത്തിൽ 28 വയസ്സ് വരെയും, അതുപോലെ OBC SC/ST അതുപോലെ EWS വിഭാഗത്തിനൊക്കെ 28 വയസ്സ് തന്നെയാണ് ഏജ് ലിമിറ്റ്. റിസർച്ച് സയൻറ്റിസ്റ്റ് അതുപോലെ പ്രൊജക്റ്റ് അസോസിയേറ്റ് ആണെങ്കിൽ ജനറൽ വിഭാഗത്തിന് 35, OBC 38, SC 40, EWS 35. അതിലേക്ക് അപ്രോക്സിമേറ്റ്ലി സാലറി നമ്മൾ ബേസിക് ശമ്പളം നേരത്തെ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ടോട്ടൽ എല്ലാ അലവൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് റിസർച്ച് സയൻറ്റിസ്റ്റ് വിഭാഗത്തിലേക്ക് 95,000 രൂപയും പ്രൊജക്റ്റ് അസോസിയേറ്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് 37,000 രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുന്ന വേതനം. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ഫ്രണ്ട്സ് കാര്യത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുകണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.